ഞാൻ എന്താണ്, ഞാൻ ആരാണ് ഫർസിൻ, അല്ലെങ്കിൽ ആരാണ് ജസ്റ്റ് ഫോർ. ഹനാൻഷന്റെ വ്ളോഗൊക്കെ കാണാറുണ്ടോ? ഹനാൻഷന്റെ വ്ളോഗ് ഞാൻ കാണാറില്ല പേഴ്സണലി. മെയിനായിട്ട് വന്ന ചോദ്യം സിംഗിൾ ഓർ കമ്മിറ്റഡ്. 27-28 വയസ്സുള്ള ഒരു 2 പെണ്ണുങ്ങൾ ഗോൾഡ് ആയിരുന്നു. ബ്രോക്ക് ഭാവിയിൽ എത്ര കുട്ടികൾ വേണം? നിങ്ങൾ കുറെ ആൾക്കാർ എന്താ ചോദിച്ചിട്ടുണ്ട് അറിയാല്, ബ്രോ മന്തി വാങ്ങാൻ 100 രൂപ അയച്ചു തരും. വ്ളോഗിൽ നിന്ന് മന്ത്ലി എത്ര സാലറി കിട്ടും? ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വ്ളോഗ് ചെയ്തെന്ന് വെച്ചിട്ട് പൈസ ഒന്നും കിട്ടൂല. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരൊറ്റ ചോദ്യത്തിലേക്ക് നമുക്ക് ഒഫീഷ്യലി കിടക്കാം. ഇതാണ് നമുക്ക് കുറേ വന്ന ചോദ്യങ്ങൾ. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സുന്ദരം, സുശീലം. അതായത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മളെ Q&A വീഡിയോ ആണിത്. നിങ്ങൾ കുറേ ആൾക്കാർ ഇത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചാണ്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. ഇത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചാണ്, കംപ്ലീറ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാത്തിനും ഉത്തരം തരാം. ഓക്കെ, ഐ എം സോ ഹാപ്പി. ഹാപ്പി ആവാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ഫാമിലി നല്ല ഫൂ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ, താങ്ക് യു. അപ്പോൾ ഒരു കുഞ്ഞൊരു അനുഭവം പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ്, കെൻമിയിലാണ്, കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു സംഗതി കേട്ടിട്ട് നമുക്ക് നേരെ Q&A കയറാം. ഓക്കെ, ഒരു നല്ലൊരു സംഗതിയാണ്. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാനും എൻ്റെ ഫ്രണ്ട് കൂടെയാണ് പോയത്. അപ്പോൾ ഫ്രണ്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഞാൻ വണ്ടിയിൽ മറന്നു വെച്ചു. അപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചത്രേ, ലൈക്ക് ഞങ്ങളുടെ ടേബിളിൻ്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞ മാതിരി ഒരു ഫാമിലി അല്ല, ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞതാ, ഒരു 25, 26, 27 വയസ്സുള്ള ഒരു 27-28 വയസ്സുള്ള ഒരു 2 പെണ്ണുങ്ങൾ ഹിന്ദുസാണ്. പിന്നെ ഒരു 30-35 പ്രായമുള്ള ഒരു ആണും. ആ ചങ്ങനെ കണ്ടിട്ട് ഒരു ഹിന്ദു പോലെ തോന്നുന്നു. ഞാൻ ഹിന്ദു എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ്, ഈ പോയ ഗ്യാപ്പിൽ ഓര് ചോദിച്ചത്രേ, ഓനോട് ചോദിച്ച്, അതായത് നിങ്ങൾ കൂടെ ഉണ്ടായതിൻ്റെ ഒരു യൂട്യൂബർ അല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും ചോദിക്കില്ല, കാരണം എൻ്റെ ഏജ് കാറ്റഗറി അല്ല, എൻ്റെ ഫോളോവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഏജ് കാറ്റഗറി അല്ല ഓല്. ഒന്ന്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഹിന്ദുസ് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെത് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റികൾ അധികമുള്ള, എനിക്ക് സ്റ്റോറിക്ക് റിപ്ലൈ വരുമ്പോൾ അതൊക്കെ നമുക്ക് കാണാമല്ലോ അധികാരം ഉള്ളത് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കലും എൻ്റെ കാറ്റഗറി അല്ല, ഏജ് കാറ്റഗറി കൊണ്ടും പിന്നെ ആ കാറ്റഗറി കൊണ്ടും എൻ്റെ അല്ല. പക്ഷേ ഞാൻ ഇന്നിരുന്നപ്പോൾ എൻ്റെ മൈൻഡ് ചെയ്തപോലെ ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, അത്രയും ആൾക്കാർ നമ്മൾ യൂട്യൂബ് ഫോളോവേഴ്സാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. മറ്റേ കുഞ്ഞു മക്കൾ 10-20 വയസ്സുള്ളവരൊക്കെ നമ്മൾ കാണും, അതൊക്കെ ആക്കും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറിയും നമ്മുടെ യൂട്യൂബാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റയിൽ നമുക്ക് അത്യാവശ്യം ഇതിലേറെ ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബ് ഫാമിലി പോലെ നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഐ എം ഹാപ്പി. അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല. ഇത് ഞാനൊരു 2025 ഡിസംബർ, ഈ കഴിഞ്ഞ കൊല്ലം, നേരെ ന്യൂ ഇയറിന് തൊട്ട് മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിട്ടിരുന്ന്. അപ്പോൾ കുറേ ആൾക്കാർ, എടാ ഞാൻ ചോദിക്കാറുമ്പോൾ നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ കുറേ ആൾക്കാർ എന്താ ചോദിച്ചിട്ടുണ്ട് അറിയാൽ, ബ്രോ മന്തി വാങ്ങാൻ 100 രൂപ അയച്ചു തരും, ബ്രോ ഒരു 1000 രൂപ അയച്ചു തരും, ബ്രോ 500 രൂപ അയച്ചു, ചായ കുടിക്കാൻ 200 രൂപ അയച്ചു തരും. എടാ സുട്ടുകുടങ്ങളെ, ഞാൻ അങ്ങോട്ട് ചോദിച്ച എന്താ ഇതിനെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഞാൻ അത് മറ്റേ സംഭാവനക്ക് വന്നിരുന്നതല്ല. ഓക്കെ, എനിവേ എന്തായാലും ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ ഫുള്ള് ചോദ്യങ്ങളും ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കംപ്ലീറ്റ് ചോദ്യങ്ങളും ഞാൻ ആൻസർ തരാം. ഓക്കെ, ഇതിൽ നിങ്ങളെ ചോദ്യം ഉണ്ടോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, മെയിനായിട്ട് വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓർ കമ്മിറ്റഡ്, ഇതൊന്ന്. പിന്നെ ഈ പറഞ്ഞ മാതിരി കല്യാണം എപ്പോഴാണ്, അങ്ങോട്ട് മറ്റേ മറിച്ചൊക്കെയാണ്. അത് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡായിട്ട് ഉത്തരം തരാം. ഓക്കെ, മുടി ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നത്. ഞാൻ എന്താ പറയുക, ചീർപ്പെടുക്കാൻ മറന്നാണ്, ചീർപ്പ് താഴെ. അപ്പോൾ ഇതിങ്ങനെ അത് വിട്. അപ്പോൾ കൂടുതൽ വന്ന ചോദ്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള ചോദ്യം, നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ റിപ്പീറ്റഡ്ലി ചോദിച്ച ചോദ്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള ഉത്തരമാണ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി കൂടുതൽ വന്ന ചോദ്യമാണ് എവിടെ ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ, എടുത്ത് വെച്ചിരുന്നല്ലോ ഇതിൽ. ഓക്കെ, നമുക്ക് 2025-നെയും 2026-നെയും കുറിച്ച് ആദ്യം സംസാരിക്കാം. അതായത് ഫസ്റ്റ് വന്ന ചോദ്യമാണ്, ഈ ഇയറിലെ ബെസ്റ്റ് മെമ്മറീസ് ആൻഡ് ബാഡ് മെമ്മറീസ് എന്തൊക്കെയായിരുന്നു? ഈ ഇയറിൽ മനസ്സിലാക്കിയ ഒരു കാര്യം.
അതായത് നമുക്ക് ഈ ചോദ്യം നമുക്ക് എല്ലാത്തിനും കൂടെ എടുക്കാം. അതായത് 2025 എങ്ങനെ ഉണ്ടായിരുന്നു, 2026 എങ്ങനെയുണ്ട്, 2025 നിങ്ങൾക്കുണ്ടായ അച്ചീവ്മെൻറ്റ്സ്, 2026 നിങ്ങൾക്കുണ്ടായ അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാം എടുക്കാം. 2025 സോ ഫാർ അൽഹംദുലില്ലാ എനിക്ക് അത്രയും ഞാൻ പറഞ്ഞുതരാം, ഒരു 75% എനിക്ക് നല്ലൊരു വർഷമായിരുന്നു ഉള്ളത് പറയാമല്ലോ. 75% എനിക്ക് എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിരുന്നു. കാരണം ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി വളരെ വലുതായി. നമുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ 139K, അതായത് 1,39,000, അതായത് 1.5 ലക്ഷത്തിനടുത്തുള്ള ഫാമിലി നമുക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട്. യൂട്യൂബിൽ നമുക്ക് ഏകദേശം ഒരു 20,000 അടുക്കുന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയും കൂട്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിറ്റി കിട്ടി. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വളരാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും കുറേ നമുക്ക് പ്രോഗ്രാംസ് വന്ന്, കുറേ പ്രൊമോഷൻസ് വന്ന്, കുറേ ഇനാഗ്രേഷൻസ് വന്ന്, കുറേ കോളേജ് പ്രോഗ്രാംസ്, കുറേ ഇല്ല കുറച്ച് കോളേജ് പ്രോഗ്രാംസ്, പിന്നെ അങ്ങനെ 1-2 പിന്നെ ഇനാഗ്രേഷൻസ്, അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ 2025 ഈസ് ഗോൾഡ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഗോൾഡ് അല്ല എന്ന് നോക്കുകയാണെങ്കിൽ സം കൈൻഡ് ഓഫ് പേഴ്സണൽ ഇഷ്യൂസ്, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ്. അത് നമുക്ക് പിന്നെ ചിലതൊക്കെ നമ്മൾ പ്രൈവറ്റുള്ളത് പ്രൈവറ്റാക്കി തന്നെ വെക്കണം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് 25% വലിയ സുഖമില്ലായിരുന്നു, തീരെ സുഖമില്ലായിരുന്നു. പക്ഷെ ഒരു 75% എല്ലാം കൊണ്ടും 2025 ഗോൾഡ്. ഓക്കെ, ഇനി 2026 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 8-ാം തീയതിയാണ്. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഒരു 50-50 ബാലൻസ് ചെയ്താൽ പോകണം. 2026 എനിക്കും ഇങ്ങൾക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് ഈ ഫസ്റ്റ് ചോദ്യം എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇയർ എൻഡിങ്ങിന് ഞാൻ വേണ്ടിയിട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വീട് എവിടെയെന്ന് എല്ലാവരും റിപ്പീറ്റഡ്ലി കുറേ ചോദിച്ച ചോദ്യമാണ്. കാരണം പുതിയ ഫോളോവേഴ്സ് ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. വീട് കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് വാറങ്കോട് എന്ന് പറഞ്ഞ ഒരു ഏരിയ. മലപ്പുറത്തിൻ്റെ മെയിൻ ടൗൺ ആണ്. പക്ഷേ ഈ വാറങ്കോട് പറഞ്ഞാൽ ചിലപ്പോൾ ആരും കത്തൂല. മലപ്പുറത്തിൻ്റെ ജില്ലേൻ്റെ മെയിൻ ടൗണിലാണ് ഞാൻ ജീവിക്കുന്നത്, മലപ്പുറത്ത് വാറങ്കോട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയുണ്ട്, ഞാൻ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്, അത് എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഒരു ഫ്രാങ്കായിട്ട് കാര്യം പറയാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ താല്പര്യമുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഭയങ്കര ആക്റ്റീവ് ആവുക, ലൈക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, ഇതുള്ളവർക്കേ എടുക്കാൻ പറ്റുള്ളൊന്നുമില്ല. ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും ഭയങ്കര രസവുമായിരിക്കും, എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പെറ്റ് കിടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വർക്ക് ചെയ്യാൻ, പഠിക്കാൻ, പിന്നെ അതേപോലെ പഠിച്ചു കഴിഞ്ഞ് ലൈക്ക് എല്ലാം ഇതാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വലിയ താല്പര്യമില്ലാത്തവർക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതൊരു ഫ്യൂച്ചർ ഉള്ള കോഴ്സാണ്. കാരണം ഈ കാലത്ത് എല്ലാവരും മാർക്കറ്റിംഗ്, പരസ്യം, മറിച്ചത്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റൊരു ബ്രാൻഡും ഈ പറഞ്ഞ മാതിരി അഡ്വർടൈസിങ്, അതായത് പരസ്യമില്ലാതെ സക്സസ് ആവില്ല. ഒരു മിനിറ്റ്, ഈ മുടി തേങ്ങ. ഓക്കെ, ഒരു ബ്രാൻഡും പരസ്യമില്ലാതെ സക്സസ് ആവില്ല. അത് 100% ഉറപ്പാണ്. അത് എൻ്റെ ഒരു തിങ്കോളജി അങ്ങനെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പരസ്യം, മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഓക്കെ, അതായത് എല്ലാവരും അവനാൻ്റെ ബ്രാൻഡിനെ പൊക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വർക്ക് കിട്ടും, നിങ്ങൾക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യാം, പിന്നെന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞ പേയ്മെൻറ്റ് കിട്ടും, അങ്ങനത്തെ മറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ മാതിരി ഇൻ്റർനെറ്റ് സംഗതി, അതായത് വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഞാൻ എടുത്തതിൽ ഇതുവരെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. അതൊക്കെ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോപ്പ് തിയേറ്റർ എക്സ്പീരിയൻസ് ദിസ് ഇയർ. ഓക്കെ, ഞാൻ ഈ വർഷം പോയതിൽ ഞാൻ ഇപ്പോൾ ഏതൊക്കെ പോയി, പിന്നെ വേറൊന്നും, നമ്മൾ മൂവി റിവ്യൂ ഇടുന്നുണ്ട്. മൂവി റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം. മൂവി റിവ്യൂ നിങ്ങൾ കാണാം. ഞാൻ മൂവി റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ മൂവി റിവ്യൂ സംസാരിക്കുന്നത്. ചിലപ്പോൾ അതിൽ പ്രോ ആയിരിക്കും, ചിലപ്പോൾ അതിൽ ചിലപ്പോൾ അതിൽ പ്രോ ആയിരിക്കും, ചിലപ്പോൾ അതിൽ പൊട്ടത്തരക്കാരൻ പറയുന്നത്. പക്ഷേ എനിക്ക് അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ബെസ്റ്റ് മൂവി
ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ള സംഗതികൾ ഞാൻ പറഞ്ഞ മൂവി കണ്ടത് സർവമായക്ക് പോയി, കളങ്കാവലിന് പോയി, ഹാലിന് പോയി, പിന്നെ ഞാൻ പോയത് ലോക്കക്ക് പോയി. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ കൊല്ലം കണ്ട മൂവി എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇതിൽ എനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസും ഒരു 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 ജിൽ സാധനം കിട്ടിയത് ഇതാണ്, എന്താ പറയുക, കളങ്കാവൽ. ഓക്കെ, അത് ഞാൻ ചിലപ്പോൾ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനം കളങ്കാവലാണ്. ഓക്കെ, എനിക്ക് പേഴ്സണലി പോയിട്ട് വലിയൊരു ഇത് തോന്നാത്തത് ഹാലുമാണ്. ഓക്കെ, ഹാൽ എന്ന് പറഞ്ഞ ഷൈൻ നിഗത്തിൻ്റെ മൂവി. ഓക്കെ ഓക്കെ, ഇക്ക ചെയ്തതിൽ മോസ്റ്റ് ഫേവറേറ്റ് വ്ളോഗ് ആൻഡ് റീൽ. ഓക്കെ, ഞാൻ ഇതുവരെ ചെയ്തതിൽ മോസ്റ്റ് ഫേവറേറ്റ് വ്ളോഗ് ആൻഡ് റീൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ 6 സെൻറ്റിലെ സ്വർഗം. അതാണ്, ആ ഒരു റീലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നെ ആളുകളിലേക്ക് കൂടുതൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ് ഫർസിൻ അല്ലെങ്കിൽ ആരാണ് ജസ്റ്റ് ഫോർ യു എന്ന ആളുകളിലേക്ക് കൂടുതൽ എത്തിച്ചത് ആ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വ്ളോഗ്. അതിൻ്റെ 6 സെൻറ്റിലെ സ്വർഗം. അതിൻ്റെ 5 പാർട്ട് ഉണ്ട്. കാണാത്തൊരു ജസ്റ്റ് ഫോർ യു എന്നുള്ള ഇൻസ്റ്റാഗ്രാം പോയാൽ അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കണം, നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, പിന്നെന്താണ്, കണ്ണൂർ വരുന്നുണ്ടോ? കണ്ണൂർ തളിപ്പറമ്പ് വരുന്നുണ്ടെങ്കിൽ പറയണം, എനിക്കൊന്ന് കാണണമെന്ന്. ഇൻഷാല്ലാ കണ്ണൂർ ഞാൻ 1-2 വർക്കിന് വന്നീന്, വിസ്മയൻ്റെ ഇതിനൊക്കെ ഷൂട്ടിനൊക്കെ വന്നീന്. ഇൻഷാല്ലാ കണ്ണൂർ വരികയാണെങ്കിൽ പറയാം. കണ്ണൂരത്തെ കോക്ടെയിൽ മോനെ ഗോൾഡ് സാധനമാണ്. കണ്ണൂരിൽ ഗോൾഡ് കിഡിലും സാധനമാണ് കോക്ടെയിൽ, കണ്ണൂർ കോക്ടെയിൽ. ഓക്കെ, ഇതൊക്കെ ഇനിയിപ്പോൾ കുറേ നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ ചോദ്യങ്ങളൊക്കെ കുറച്ച് ലാസ്റ്റിക്ക് മാറ്റിയേക്കാം. ഓക്കെ, വിച്ച് വാസ് യുവർ ബെസ്റ്റ് ഇയർ ഇൻ യുവർ ലൈഫ്? നല്ലൊരു ക്വസ്റ്റ്യൻ. എൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് ഇയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് ഞാൻ പറയും എൻ്റെ കോളേജിലെ 3rd ഇയർ. ഓക്കെ, എൻ്റെ കോളേജിലെ 3rd ഇയർ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് ഇയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാരണം അത് എനിക്ക് കുറേ കാര്യങ്ങളിൽ പഠിക്കാൻ പറ്റി, കുറേ ആളുകളെ മനസ്സിലാക്കാൻ പറ്റി, കുറേ ആളുകളെ പരിചയപ്പെട്ടു. എന്താണ് ജീവിതം എന്ന് മുഴുവനായിട്ട് പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലായി. പിന്നെ അതേമാതിരി എല്ലാം കൊണ്ടും ഇമോഷണലി വീക്കായിട്ടും ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര എല്ലാം കൊണ്ടും എനിക്കത് എൻ്റെ കോളേജിലെ 3rd ഇയർ കേട്ടോ, ഫസ്റ്റ് ഇയർ 2nd ഇയറും അവിടെ നിൽക്കട്ടെ, 3rd ഇയർ ആണ് എനിക്ക് എല്ലാം കൊണ്ടും ദ ബെസ്റ്റ് ഗോൾഡ്. അതായത് ഇയർ അപ്പോൾ 2023 സോറി. നിങ്ങൾക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങിക്കൂടെ? നല്ലൊരു ചോദ്യം. എനിക്ക് ഏറ്റവും ചെയ്യാൻ താല്പര്യവും പിന്നെ എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ബിസിനസ് എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, അതിനൊരുപാട് അതിൻ്റെ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഇങ്ങനെ സ്റ്റേബിളായി വരുന്നുള്ളൂ. അതായത് ഫിനാൻഷ്യലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേബിളായി വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്റ്റേബിളായ പാടത്തിന് റിസ്ക് എടുത്തുകൊണ്ട് നേരെ ബിസിനസ്ക്കാണ് ചാടാൻ. അത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും കുറേ നല്ല ആലോചിക്കും. എടുത്ത് ചാടിയ ചെയ്യൽ കുറവാണ്, നല്ല ആലോചിക്കും. അപ്പോൾ ഒറ്റയടിക്കുന്ന എനിക്ക് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞാനൊരു സിങ്കായി പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് 23 വയസ്സായിട്ടുള്ളൂ, സമയം എടുത്തിട്ട് നമുക്ക് അതിനെ പറ്റിയാൽ എന്തായാലും തുടങ്ങും. പക്ഷേ എന്തെങ്കിലും ഒരു ബ്രാൻഡ് എൻ്റെ പേരിൽ തുടങ്ങണമെന്നുണ്ട്. ഓക്കെ, ഐ ഓവർ തിങ്ക് എ ലോട്ട്, പ്ലീസ് ഗീവ് മീ സം മോട്ടിവേഷൻ. നല്ല ചോദ്യം. നല്ലൊരാളോടാണ്, മറ്റേ ഷെയ്നികം പറഞ്ഞ മാതിരി എന്താ പറയുക, കറക്റ്റ് ഒരാളോടാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നല്ലോണം ഓവർ തിങ്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഓവർ തിങ്കിങ്ങിൻ്റെ ഉസ്താദാണ്. അതായത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി മുല്ലപ്പെരിയാർ പൊട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ തന്നെ ഞാൻ അങ്ങനെ ഉദാഹരണം പറയട്ടെ, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അത് ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എന്നോട് പറയും, ഒരു 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ നടക്കണമെന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നത്. അത്രയും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്റ്റിൽ ഞാനും തേടിക്കൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നാളെ നമുക്ക് എന്ത് ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇന്നെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാർ കുറേ വിചാരിക്കും, ഇപ്പം ഓവർ തിങ്കിനെ പറ്റി വലിയ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ വലിയ ടോപ്പാണെന്നൊക്കെ വിചാരിക്കും. എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കണം. എന്ത് ഒരു കേട്ടോ വലിയ ടോപ്പായി പറയാൻ വിചാരിച്ച ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം. അതായത് നാളെ നമുക്ക് എന്തും സംഭവിക്കാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്ന സമയത്തിന് എനിക്ക് അറ്റാക്ക് എന്ന് മരിച്ച് പോവാം, എന്തും സംഭവിക്കാം. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്ന ആലോചിച്ചാൽ ഇതാക്കണ്ട. നമുക്ക് എന്താണോ നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഫേസ് ചെയ്തിട്ട് ജീവിക്കുക. ഞാൻ ഇതിൽ കൂടുതൽ സംസാരിക്കണം. കാരണം എന്താ പറയുക, ഞാൻ തന്നെ ഓവർ തിങ്ക് മാറാൻ വേണ്ടി എന്താ ചെയ്യാമെന്ന് നോക്കിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ഫുൾ പൊട്ടത്തരിക്കാരൻ. ഓക്കെ, അത്ര തന്നെ. 2025 അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ?
ഉം, ഉം, ഉണ്ട് 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 ഉണ്ട്. നടക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ 2025 എനിക്ക് യൂട്യൂബിൽ ഒരു 20K സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. മിനിമം അതിപ്പോൾ ഒരു 19,200 നിൽക്കുകയാണ്. ഈ കാണുന്ന എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ 2026 ജാനുവരിയെങ്കിലും എനിക്ക് ആ ആഗ്രഹം സാധിക്കാം. അപ്പോൾ അത് 20,000 സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വിചാരിച്ചില്ലാറെ ഞാൻ അത്രയും ഹൈ ലിങ്ക് അൽഹംദുലില്ലാ പോകാൻ പറ്റി. പിന്നെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലിയ ആഗ്രഹം, വേറെ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ലൈക്ക് എനിക്ക് എല്ലാം ബോണസാണ് 2025. ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് എനിക്ക് സംഭവിച്ചിട്ടില്ല. സോ അൽഹംദുലില്ലാ. ഓക്കെ, 2026 വിഷൻ ബോർഡ് സെറ്റാക്കാൻ പ്ലാൻ ഉണ്ടോ? വിഷൻ ബോർഡ് സെറ്റാക്കാൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ആക്കിയിട്ടില്ല. എല്ലാവരും പറയുന്നത് വിഷൻ ബോർഡ് സെറ്റാക്കണം അങ്ങനെ എങ്ങനെ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെക്കും, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ അങ്ങനെ ഒരു വിഷൻ ബോർഡ്, ചിലപ്പോൾ അതിൻ്റെ തെറ്റായിക്കാരം, ചിലപ്പോൾ വിഷൻ ബോർഡ് സെറ്റ് ആക്കണമായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങനെ വിഷൻ ബോർഡൊക്കെ സെറ്റാക്കി അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ആളല്ല. എൻ്റെ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടാവും. ഒരു ഉദാഹരണം, എൻ്റെ കറൻ്റ്ലി എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമിൽ കിടക്കുന്നത് ഒരു ഫോർച്യൂണർ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കിടക്കുന്നത്. അത് എന്ന് വാങ്ങും, എങ്ങനെ വാങ്ങും ഒന്നിപ്പോൾ നിലവിൽ ഈ ഒരു 2026 ജാനുവരി 8 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ വാങ്ങും ഇൻഷാ അല്ലാ. അപ്പോൾ അതിങ്ങനെ വിഷൻ ബോർഡ് സെറ്റാക്കി അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ആക്കലില്ല. അത് അതിനു വേണ്ടി പ്രവർത്തിക്കും. അത് നടക്കാൻ വേണ്ടി, അത് എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കും. അല്ല വിഷൻ ബോർഡ് ഒന്നും സെറ്റാക്കിയിട്ടില്ല. ബ്രോക്ക് ഭാവിയിൽ എത്ര കുട്ടികൾ വേണം? ഞാൻ എല്ലാം എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഗതിയും 4 എന്നുള്ള നമ്പറിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ 4 മക്കൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാ പടച്ചോൻ ആരോഗ്യമുള്ള നല്ല 4 മക്കളെ എനിക്കും എൻ്റെ പ്രിയ പത്നിയായ ഭാര്യയ്ക്കും പടച്ചോൻ കനി നൽകട്ടെ ഇൻഷാ അല്ലാ. പിന്നെ വാട്ട് സംതിങ് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ അബൌട്ട് യു? ഓക്കെ, വാട്ട് സംതിങ് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് നോ അബൌട്ട് യു? ലൈക്ക് ഇന്ന റിയൽ ലൈഫ്, റിയൽ ഫർസിനെ ആളുകൾക്ക് ശരിക്കും അറിയില്ല. അറിയില്ല മീൻസ് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നെ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിയൽ ഫർസിന് എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേഴ്സസ് റിയാലിറ്റി അത് വേറെ തന്നെയാണ്. ഞാൻ എൻ്റെ ഈ ക്യാമറ ഓൺ ചെയ്ത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എൻ്റെ ഒരു നല്ല വേർഷൻ ഞങ്ങൾക്ക് കാണിക്കാം. അതായത് ഒരിക്കലും എൻ്റെ ഒരു നെഗറ്റീവ് വേർഷനോ എൻ്റെ ഒരു മോശം വേർഷനോ ഞാൻ ഇവിടെ വന്ന് കാണിക്കൂല. കാരണം ഇവിടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെയാണ് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടത്. ഓക്കെ, അപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ എൻ്റെ കോർ സ്വഭാവം അറിയുള്ളൂ. അപ്പോൾ ആളുകൾക്ക് അറിയാത്തതിൻ്റെ കോർ സ്വഭാവമായിരിക്കാം. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ശരിക്കും പച്ചയായിട്ടുള്ള ഫർസിന് എന്താണെന്നുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിനെ അറിയുള്ളൂ. അതാണ് ആളുകൾക്ക് അറിയാത്തത് ഉണ്ടാവുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഇൻട്രോവേർട്ടിൽ നിന്നും എക്സ്ട്രോവേർട്ട് ആവാൻ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? നല്ല ചോദ്യം. ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ട് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആയാൽ മതി. ഓക്കെ, ഇൻട്രോവേർട്ടിൽ നിന്നും എക്സ്ട്രോവേർട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആയാൽ മതി. അല്ലാതെ നിങ്ങൾ വേറുള്ളവരെ കണ്ട് ഉദാഹരണം, ഞാനൊരു പക്ക എക്സ്ട്രോവേർട്ട് മനുഷ്യനാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിരിക്കും, എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു എക്സ്ട്രോവേർട്ടായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ലൈക്ക് എനിക്കും അതേപോലെ ആവണം, എനിക്കും വീഡിയോ എടുക്കണം, എനിക്കും ആളുകളോട് സംസാരിക്കണം, എനിക്കും ക്രൗഡിൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഇൻട്രോവേർട്ട് സോണിൽ നിന്നും കഷ്ടപ്പെട്ടിട്ട് എക്സ്ട്രോവേർട്ട് ആവണ്ട. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് അഡാപ്റ്റായി പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു തൊലിക്കട്ടി ആവശ്യമുള്ള സംഗതിയാണ് എക്സ്ട്രോവേർട്ട്. കുറച്ചധികം ഇന്നത്തെ കാലത്ത് കുറച്ചധികം. കാരണം കുറേ എക്സ്ട്രോവേർട്ടുകൾ ഇപ്പോൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു കമ്മ്യൂണിറ്റിയിൽ സംസാരിച്ചിരിക്കുക, മുട്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻട്രോവേർട്ട് നിങ്ങൾക്ക് എക്സ്ട്രോവേർട്ട് നിർബന്ധിച്ച് നിങ്ങളാവണ്ട. നിങ്ങൾക്ക് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ആളുകളോട് സംസാരിക്കുക. ഫസ്റ്റ് തിങ് തന്നെ ആളുകളോട് സംസാരിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് ആളുകളോട് സംസാരിക്കുക, ഇടപഴകുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ക്യാമറ ഫിയർ ഒന്നും അങ്ങനെ അധികം ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാവാം, തെറ്റാവാം. ക്യാമറ ഫിയർ ഒന്നും അങ്ങനെ അധികം ഉണ്ടാവാതിരിക്കുക. പിന്നെന്താ പറയുക, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് ഫസ്റ്റത്തെ ഒരു സംഗതി. അല്ലാതെ ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക, നമ്മൾ കുറേ റീൽ തന്നെ കാണും. ഇപ്പോൾ ഒരു ബസ് പോകുമ്പോൾ ഒരു കണ്ടക്ടറിൽ നിന്ന് ചില്ലറ വാങ്ങാൻ ബാക്കി ആൾ 10 റുപ്യ അല്ലെങ്കിൽ 5 റുപ്യ തരാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ തരട്ടോ പറഞ്ഞുകൊണ്ട് അധികം ഞാൻ റീൽ കണ്ടത്. ഇൻട്രോവേർട്ടർ ചോദിക്കൂല, എന്നിട്ട് പോലെ ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇറങ്ങാൻ സ്റ്റോപ്പ് എത്തിയാലും ചിലപ്പോൾ പറയൂല.
അങ്ങനെ പോകും. അങ്ങനല്ല, നിങ്ങൾക്ക് എവിടെയാണോ ശരിയെന്ന് തോന്നുന്നു നിങ്ങളവിടെ സംസാരിക്കുക, എവിടെയാണ് തെറ്റെന്ന് തോന്നുന്നു അവിടെയും സംസാരിക്കലാണ് ഇൻട്രോവേർട്ടിൽ നിന്നും എക്സ്ട്രോവേർട്ടിലേക്ക് ആവാൻ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ കാണുന്നത്. ബാക്കിയൊക്കെ നിങ്ങളങ്ങനെ ഓട്ടോമാറ്റിക്കലി പോവും. ഓക്കെ, ഉമ്മാൻ്റെ പേരെന്താ? ഉമ്മാൻ്റെ പേര് ഷറഫുൽ ലൈല. ഈ ഒരു പേര് ഞാൻ വേറെ ഏത് പെണ്ണുങ്ങൾക്കും കേട്ടിട്ടില്ല. എൻ്റെ വല്യമ്മ എന്താ അങ്ങനെ പേരിട്ടിങ് അറിയില്ല. പക്ഷേ ഒരു ഡിഫറെൻറ്റ് യുണീക്ക് നെയിമാണ് ഷറഫുൽ ലൈല. ഓക്കെ, ഇനി ഉപ്പാൻ്റെ പേര് മുഹമ്മദ് ബഷീർ. വ്ളോഗിൽ നിന്ന് മന്ത്ലി എത്ര സാലറി കിട്ടും? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ ഡബ്ല്യു? നല്ലൊരു ക്വസ്റ്റ്യനാണ്. വ്ളോഗിൽ നിന്ന് മന്ത്ലി എത്ര സാലറി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വ്ളോഗിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് അധികം ഇൻസ്റ്റഗ്രാമിലാണ് നമുക്ക് അത്യാവശ്യം റീച്ച് ഉള്ളത്. കമ്പാരിറ്റീവ്ലി യൂട്യൂബിനെക്കാട്ടിലും റീച്ച് ഉള്ളത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വ്ളോഗ് ചെയ്തതെന്ന് വെച്ചിട്ട് പൈസ ഒന്നും കിട്ടൂല ഉള്ളത് പറയാലോ. നമുക്ക് പ്രൊമോഷൻസ് വരണം. നമുക്ക് ഓരോ കമ്പനീസ് അല്ലെങ്കിൽ ഓരോ ഷോപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ലൈക്ക് നമുക്കുള്ളൊരു പേയ്മെൻറ്റിൻ്റെ നമ്മൾ പറയുന്ന ഒരു പേയ്മെൻറ്റ് അതാണ് നമ്മൾക്ക് സാലറി എന്നുള്ളത്. പിന്നുള്ളത് നമുക്ക് യൂട്യൂബിലാണ്. യൂട്യൂബിൽ നമുക്ക് ഓരോ വീഡിയോക്ക് അനുസരിച്ചാണ്, അത് വ്യൂസിനനുസരിച്ചാണ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കും. കറക്റ്റ് ഒരു തല ഉപയോഗിച്ച് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു മന്ത്ലി ഒരു 1 lakh ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും മിനിമം നല്ല രീതിക്ക് തല ഉപയോഗിച്ച് നല്ല കോണ്ടൻറ്റ് കൊടുത്ത് നല്ല പ്യുവറായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല എന്താ പറയുക ആളുകളിലേക്ക് ആകുകയാണെങ്കിൽ പ്രൊമോഷൻസും മറ്റും വർഷമൊക്കെ മിനിമം നമുക്കൊരു 1 lakh ഏൺ ചെയ്യാം. സോ തിങ്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ഈസ് ദ ബെസ്റ്റ് വൺ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാതാപിതാക്കൾ, അതായത് ഉമ്മാരും ഉപ്പാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇത് ഞാൻ എല്ലാവർക്കും കൂടി ഇട്ടിട്ട് പറയണം. ഓക്കെ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അല്ല, വേറെ കുറച്ച് ആൾക്കാർക്കും കൂടിയിട്ട് പറയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മളെന്താ ക്യാമറ നോക്കിക്കാണ്ട് ഹായ് ഗൈസ്, ഹലോ ഗൈസ്, എന്തൊക്കെ ഗൈസ്, അങ്ങനെയാണ് നടക്കുന്നത്. ഇതും ഒരു പണിയാണ്. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാവിലെ കുപ്പായിട്ടൊക്കെയാണ് ചെയ്യുന്നതും പണിയാണ്, ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നതും പണിയാണ്, ഒരു വില്ലേജ് ഓഫീസറും ചെയ്യുന്ന പണിയാണ്, ഒരു ടാക്സി ഡ്രൈവർ ചെയ്യുന്ന പണിയാണ്, ഒരു ഓട്ടോ ഡ്രൈവർ ചെയ്യുന്ന പണിയാണ്. അതേപോലെ തന്നെ ഇതും ഒരു പണിയാണ്, ചില്ലറ പണിയല്ല. അതായത് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ കോണ്ടൻറ്റ് കാണണം. ഇപ്പം ഞാനൊരു കുട്ടി നടന്നു വരികയാണെങ്കിൽ അതിലൊരു കോണ്ടൻറ്റ് കാണണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടക്കിയതിൽ കോണ്ടൻറ്റ് കാണണം. ആ കോണ്ടൻറ്റ് കണ്ട് അത് ക്യാപ്ചർ ചെയ്ത് അത് നല്ല രസകരമായിട്ട് ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവായിട്ട് എത്തിക്കുന്നതാണ് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചധികം തലുള്ള പണിയാണ്. മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതും നല്ല പണിയുള്ള, നിങ്ങൾ ചെയ്യുന്ന വർക്കും നല്ല പണിയുള്ള. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് കോണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ബ്ലോഗിങ്ങിനെ നിങ്ങൾ ഒരിക്കലും ഒരു മൂന്നാംകട പണിയായിട്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, അത് ഞാൻ പറയാം, ലൈക്ക് എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒരു സീനും ഇല്ല, ഭയങ്കര സപ്പോർട്ടീവാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് കുറച്ച് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഉമ്മമാരായിക്കോട്ടെ ഉപ്പമാരായിക്കോട്ടെ ഒരിക്കലും കോണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ വ്ളോഗ് എടുത്ത് നടക്കുക, ക്യാമറ നോക്കി നടക്കുന്നതിന് ഒരു പുച്ഛിക്കരുത്. ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. 10 ഇരട്ടി ഏൺ ചെയ്യാൻ പറ്റും. അത് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി പറയുന്നതാണ് നിങ്ങൾ കൂട്ടിക്കോ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ പഠിച്ച പണിക്ക് പോവുകയാണെങ്കിൽ ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ പഠിച്ചത് BBA പഠിച്ചു, ഇപ്പോൾ MBA പഠിക്കുന്നു, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. ഈ പഠിച്ച പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി മന്ത്ലി മിനിമം എനിക്കൊരു 10 to 20 ഉള്ളിൽ കിട്ടുള്ളൂ. ഒരു 15-12 എനിക്ക് കിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. ഓക്കെ, പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് എനിക്കൊരു മാസം നല്ല ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുക. തിങ്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ആനത്തെ വ്ളോഗും പിടിച്ച് ക്യാമറ നോക്കി നടക്കുക, അതിലല്ല. വി ആർ മേക്കിംഗ് മണി മോർ ദാൻ ലൈക്ക് അതർ പീപ്പിൾസ്. അപ്പോൾ ഇതൊരു പണി എന്നുള്ള, ഇതൊരു ജോലി എന്ന രീതിയിൽ നിങ്ങൾ കാണുക. മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പ്ലീസ്. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് കൊണ്ടിട്ടുണ്ടാവും, എന്നാലും കൊള്ളട്ടെ. ഓക്കെ, എവിടെയാണ് പഠിച്ചത്? ഡിഗ്രി വരെ. ഞാൻ ഡിഗ്രി വരെ പഠിച്ചത് EMA കോളേജ് കൊണ്ടോട്ടി, BBA ആണ് പഠിച്ചത്. ഓക്കെ, ആരെങ്കിലും ക്രഷ് അടിച്ചിട്ടുണ്ടോ? ക്രഷ് നമുക്ക് അടിക്കുമല്ലോ. ക്രഷ് അടിച്ചിട്ടുണ്ട്. അതിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. 2025 എവിടേക്ക് ട്രാവൽ ചെയ്തു? 2025 എവിടേക്ക് ട്രാവൽ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 എവിടേക്ക് ഞാൻ പോയി? ലക്ഷദ്വീപ് പോയി. വൺ ഓഫ് മൈ ഫേവറേറ്റ്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ലക്ഷദ്വീപ് പോയി. പിന്നെ എങ്ങോട്ടാ പോയത്? ലക്ഷദ്വീപ് പോയി, ദുബായ് പോയി. ദുബായ് പിന്നെ നമ്മൾ 1-2 കൊല്ലം കൂടുമ്പോൾ അങ്ങനെ പോക്കുണ്ട് ഇടയ്ക്ക്. ലക്ഷദ്വീപ് പോയി, ദുബായ് പോയി, പിന്നെ
പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ചെറിയ അടുത്തടുത്ത് വയനാട് അങ്ങനെ വയനാട്, മൂന്നാർ, ഇടുക്കി അങ്ങനെ അല്ലാതെ ഇതന്നെ ലക്ഷദ്വീപും ദുബൈയും മെയിൻ. ഷിബിലി ശരിക്കും നിങ്ങളെ മാനേജറാണോ അതോ നിങ്ങൾ ആ ഒരു ഗുമ്മിന് പറയുന്നതാണോ? ഗേൾ ഫ്രണ്ട് റിവീൽ പ്ലീസ്. ഷിബിലി ശരിക്കും നമ്മളെ മാനേജറുമാണ്, നമ്മളെ ഫ്രണ്ടുമാണ്, നമ്മളെ കൂടെപ്പിറപ്പാണ്, എല്ലാം ആണ്. പിന്നെ ഗേൾ ഫ്രണ്ട് റിവീൽ പ്ലീസ് എന്ന് നമുക്ക് ലാസ്റ്റ്ക്ക്. ഒരു പ്രവാസിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് പ്രവാസിക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താണ്? പ്രവാസിക്ക് എന്താ പറയുക, എന്താ ഞങ്ങളോട് പറയാം, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരാനുള്ളൊരു സെറ്റപ്പ് ആക്കുക. കാരണം എന്നും വൈകുന്നേരം വീട്ടിൽ വന്നിക്കാണ് നമ്മൾ ഈ ബെഡിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ബാത്റൂമിലും ഒക്കെ പോകുന്ന സുഖം നമുക്ക് ഏത് പ്രവാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സപ്രമഞ്ചക്കട്ടിൽ കിടന്നാലും നമുക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലാണോ പോയത്, ഇപ്പം നിങ്ങൾ ഉദാഹരണം കല്യാണം കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പോയതേക്കാരം, അല്ലെങ്കിൽ വീട് പണി എന്നുള്ള ലക്ഷ്യത്തിൽ പോയതേക്കാരം, എന്ത് ലക്ഷ്യത്തിലാണോ നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോയത്, ആ ലക്ഷ്യം തീർത്ത ഉടനെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ ചിലപ്പോൾ പ്രവാസിനെക്കാട്ടിൽ ഒരു 5,000-10,000 കുറവേക്കാരം, പക്ഷേ എന്നും വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, കുറച്ച് ലൈറ്റ് കുറച്ച് എടുക്കാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ കറക്റ്റൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലൈറ്റ് ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ, നെക്സ്റ്റ് ഇയറിൽ എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ് ഡ്രീം? ഈ ഇയറിൽ എനിക്കൊരു ഫോർച്യൂണർ വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല എന്ന് എനിക്കറിയില്ല. ഈ ഇയറിൽ വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കുറച്ച് വലിയ ഡ്രീമാണ് കിടക്കുന്നത്. നോക്കാം, ചിലപ്പോൾ ഈ ഇയർ അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ എന്തായാലും നമുക്ക് വാങ്ങണം ഇൻഷാ അല്ലാ. നിങ്ങൾ കാസർഗോഡ് വരുമോ? ഇൻഷാ അല്ലാ കാസർഗോഡ് വരാം ഇൻഷാ അല്ലാ. എല്ലാ എന്തൊക്കെ സുഖമല്ലേ? പിന്നെ നിങ്ങൾക്ക് 10ൽ എത്ര A+ ഉണ്ടായിരുന്നു? നല്ല ചോദ്യം. ഇത് 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കനാണ് തോന്നണം. പേരെന്താണ്? അലി ഹംദാൻ. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ആയിരുന്നു. വേണമെങ്കിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതാ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഫുൾ A+. അത് ചരിത്രമായിരുന്നു. അത് അതിനെക്കുറിച്ച് ഞാൻ വേറെ തന്നെ വേണമെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് എന്താ? വ്ളോഗ് ചെയ്യുക, വണ്ടി ഡ്രൈവ് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, ഇതൊക്കെ തന്നെയാണ് ഹോബീസ്. എഡിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ബ്രോ ഹാപ്പി ആണോ? കറൻ്റ്ലി ഐ എം ഹാപ്പി. എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കുറേ എന്താ പറയുക, സങ്കടങ്ങളൊരു മൂലക്കുണ്ട്, പക്ഷെ എന്നാൽ പോലും ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് ആ സങ്കടങ്ങൾ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഐ എം ഹാപ്പി. ഓക്കെ, ഒരു ഫുൾ മന്തി ഒറ്റയ്ക്ക് കഴിക്കുമെന്നോ? ഫുൾ മന്തി ഒന്നും ഒറ്റയ്ക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. എന്താ അത്, ഞാൻ മറ്റേ ഭീമസേനനാ, അതൊന്നും നടക്കില്ല. മാക്സിമം ഒരു ക്വാർട്ടറൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്വാർട്ടറിൻ്റെ ഹാഫിന് നടുക്കുകളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഒറ്റ ടൈമിൽ. അല്ല എന്താ ഇത്? നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടീനെയാണ് ഇഷ്ടമെന്നോ? ഇത് എന്തിനൊക്കെ ഉത്തരം ലാസ്റ്റൊക്കെ തരാം. ഹനാൻഷൻ്റെ വ്ളോഗൊക്കെ കാണാറുണ്ടോ? ഹനാൻഷൻ്റെ വ്ളോഗ് ഞാൻ കാണാറില്ല പേഴ്സണലി. 10 വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ആളെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കുഴപ്പമുണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയൂ. 10 വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ള ആളെ ഇഷ്ടപ്പെട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം പ്രേമത്തിനും നമ്മൾ തന്നെ പറയലുണ്ട്, കണ്ണും മുക്കും പ്രായവും മറ്റേ വർഷമൊന്നുമില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 2, 3 മാക്സിമം 4 വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ളവരെ ഇഷ്ടപ്പെടുക, അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. 10 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്യാപ്പ് വന്ന്. അപ്പം നിങ്ങളെ തിങ്കിങ് മെൻറ്റാലിറ്റി വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങളെ ഇഷ്ടങ്ങൾ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് പറയട്ടോ. ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, പിന്നെന്താ പറയുക, നിങ്ങളെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു, ഓൾക്ക് സീനൊന്നുമില്ല. ഇതൊക്കെ ഒരു ഇത് പറയട്ടോ, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം. ചിലപ്പോൾ ശരിയാവും, ശരിയാവാതിരിക്കാം. ഇഷ്ടപ്പെട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം നിങ്ങളൊരു 2, 3, 4 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഒക്കെ നോക്കുക. ഓക്കെ, അത് കുറേ ചോദ്യം ഉണ്ട്, അതാണ്. ഈ ഇയറിൽ ബെസ്റ്റ് മെമ്മറീസ് ആൻഡ് ബാഡ് മെമ്മറീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എഡ്യൂക്കേഷൻ ഇപ്പോൾ BBA കഴിഞ്ഞു, MBA ചെയ്യുന്നു, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ചെയ്യുന്നു. MBA സെക്കൻഡ് സെം കഴിഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി ഒരു 2-3 മന്ത്സ് ബാക്കി, 2 മന്ത്സ്. ഓക്കെ. നിങ്ങൾ പാവാണല്ലേ എന്നോ? ഞാൻ പാവാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പാവാണോ?
എനിക്കറിയില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡുണ്ട്. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു പാവമാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പാവാണോ? എനിക്കറിയില്ല. അത് ഞാൻ പാവാണെന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാം? നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പാവാണോ അല്ലേ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു 50-50 ആണ്. കുറച്ച് പാവമാണ്, കുറച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഞാൻ കുറേ ഡെയിലി വ്ളോഗ്സ് ഒക്കെ എടുത്തു വെക്കും, ബട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റണില്ല. എന്താ ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എടാ കുട്ട, നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ മാതിരി വ്ളോഗ് ചെയ്യണോണ്ടുള്ള ഇടങ്ങാറൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ചിലപ്പോൾ വ്ളോഗ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ വ്ളോഗൊക്കെ ഒരു ഗാലറിയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വ്ളോഗൊക്കെ സ്നാപ്ചാറ്റിൽ ഒതുങ്ങി നിൽക്കേക്കാരം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് അടങ്ങുക, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. എടാ നിങ്ങൾ എന്താ അറിയോ, ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ താല്പര്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വേറെയുള്ളവരെന്താ വിചാരിക്കുക? നിങ്ങളെ ഫ്രണ്ട്സ് കളിയാക്കൂലേ, വീട്ടുകാർ കളിയാക്കൂലേ, അങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ആക്കൂലേ, ഇനി വ്യൂസ് ഉണ്ടാവോ, ആൾക്കാർ കാണുമെന്നൊക്കെ ആലോചിച്ചിട്ട്. എടാ ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എത്ര ആളുകൾ എന്നെ കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം? ഒരു കാലത്ത് ഒരു മനുഷ്യക്കുട്ടി കാണാൻ എനിക്കില്ലേനെ, പക്ഷെ ഞാനത് വെച്ചാൽ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാനങ്ങ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, നിങ്ങൾ വേറെയുള്ളവരെ കണ്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ വ്ളോഗ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ എൻ്റെ പിന്നാലെ വരും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഫർസിൻ ബിൻ ബഷീർ. വാട്ട് ഹാവ് യു അച്ചീവ് ദിസ് ഇയർ? അത് നമ്മൾ വായിച്ച് വാട്ട് ഹാവ് യു അച്ചീവ് ദിസ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് എനിക്കൊരു അത്രയും നല്ല ഒരു കുറേ ഫോളോവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അതൊക്കെ തന്നെയാണ് ഈ വർഷം ഞാൻ അച്ചീവ് ചെയ്തത്. 2025 അച്ചീവ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് സുഖലേഖനം ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വായിച്ച്. എനിക്ക് ഹെയർ സ്റ്റൈൽ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് സ്റ്റൈലാ, ഹെയർ സ്റ്റൈലാ. ഇതെന്താ പറയുക, ഞാൻ കുറച്ച് മുന്നേ എങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മിസ് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും മുടി വളർത്തിയതാണ്. അത് ഈ ഒരു ഹെയർ സ്റ്റൈലിങ് ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് മാറ്റും. എൻ്റെ ലൈറ്റ് കുറച്ചുകൂടെ കൂട്ടട്ടെ. ഇത് ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതും മാറ്റും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അല്ല, മൈൻഡ് ചെയ്തോ, എന്നാലും. വാട്ട്സ് ദ കൈൻഡസ്റ്റ് തിങ് someone ഹാസ് എവർ ഡൺ ഫോർ യു? വാട്ട്സ് ദ കൈൻഡസ്റ്റ് തിങ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് കുറേ ആൾക്കാർ നമ്മൾ തോന്നും ലൈറ്റ് കൂടിയാ, ഒരു മിനിറ്റ് റെഡിയാ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കൈൻഡസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മയ്ക്കൊന്നും വരുന്നത്, ഞാൻ ഈ Q&A ഒട്ടും പ്രിപ്പയർഡ് ആവാതെ പെട്ടെന്ന് ഒരു റാപ്പിഡ് ഫയർ പോലെ പെട്ടെന്ന് ഞാൻ പറയട്ടോ, അല്ലാതെ ഞാനത് കുറേ വായിച്ചു എന്ത് ഉത്തരം പറയണം ആലോചിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. കൈൻഡസ്റ്റ് തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അതിനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ആൾക്കാർ. പിന്നെ കൈൻഡസ്റ്റ് തിങ് എന്താ, അങ്ങനെ എൻ്റെ ഓർമ്മയ്ക്ക് പെട്ടെന്ന് വരുന്നില്ലടാ. പിന്നെന്താ, 2025 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി ആര്? 2025 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫാമിലി നമുക്ക് ആ ഒരു പ്രയോറിറ്റിയിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ളതിൽ നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് പറയാനായോ? ഓക്കെ, ഓഫ്കോഴ്സ് ഞാൻ ലാസ്റ്റ് പറയാം. എഡിറ്റിംഗ് ആപ്പ് CapCut. എഡിറ്റിംഗ് ടിപ്സ് എന്താ, ഞാനും ഒന്നും അറിയാത്തവർന്ന് തുടങ്ങിയതാണ്. ഇങ്ങനെ ഓരോന്ന് ആദ്യം നിങ്ങൾക്ക് ഇൻഷോട്ടിലിട്ട് പഠിക്കുക, പിന്നെ ആദ്യം ഇൻഷോട്ടിലിട്ട് പഠിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് CapCut ഒക്കെ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ, എത്ര വയസ്സായി? 23. ഹേ ഡ്യൂഡ്, വാട്ട്സ്ആപ്പ്, ഹൗസ് യുവർ ന്യൂ ഇയർ ഈവനിങ് ഗോയിങ്? ന്യൂ ഇയർ എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പോകുന്നു, സീനൊന്നുമില്ല. കുറച്ച് വലിയൊരു മെച്ചമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഐ എം ഹാപ്പി. ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതന്നെ വലിയ കിട്ടല്. നിങ്ങളെ കെൻമി ക്ലാസ് കഴിഞ്ഞ കോഴ്സ് എങ്ങനെ ഉണ്ട്? ഞാൻ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ്. ഓക്കെ, ഇനി ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഞാനങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാത്ത വ്യക്തിയാണ്. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ന്യൂ ഇയർ ആവണമെന്നും കാത്തിക്കൊന്നും വേണ്ട. നാളെ മുതൽ ഞാൻ ഓടാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ January 1 ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ? ഇല്ല.
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കണമെങ്കിൽ നമുക്കത് എത്രയും ചെയ്യണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂ ഇയറോ അല്ലെങ്കിൽ മാസം 1-ാം തീയതി ആവാനൊന്നും കാത്തിക്കണ്ട. ദ നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ചെയ്യണം. അതിനിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആവണമെന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ബർത്ത്ഡേ 13/4/2002. ഓക്കെ, ഞാൻ ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. വാട്ട് മേക്സ് യു ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് ഇൻ ദിസ് ഇയർ? ഓഫ് കോഴ്സ് എനിക്ക് വരുന്ന വ്യൂസ്, എനിക്ക് വരുന്ന ലൈക്സ്, എനിക്ക് വരുന്ന കോമെൻറ്റ്സ്, എനിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെയാണ് എന്നെ ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എസ്പെഷ്യലി എൻ്റെ ഉമ്മ, ഞാൻ വീഡിയോ ഇടാൻ ലാഗ് ആയാലും വീഡിയോ ഇടാൻ ലേറ്റ് ആയാലും എൻ്റെ അമ്മേനോട് പറയും, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇട്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറണ്ടേ, മറ്റേ ഫോളോവേഴ്സ് കയറണ്ടേ, എൻ്റെ ഫോളോവേഴ്സ് അത്ര അയക്കണം, എൻ്റെ ഫോളോവേഴ്സ് കുറച്ച് കുറഞ്ഞേക്കണം, എൻ്റെ ഫോളോവേഴ്സ് അങ്ങനെ അയക്കണം ഇങ്ങനെ അയക്കണം, സബ്സ്ക്രൈബേഴ്സ് കയറണ്ടേ, പൈസ ഇട്ടണ്ടേ. അപ്പോൾ ഇന്നെ വീഡിയോ ഇടാൻ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുന്ന ഒരു വ്യക്തി, മെയിനായിട്ടൊരു വ്യക്തി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ഉമ്മ. എനിക്ക് ക്യാമറയുടെ ക്വാളിറ്റി എത്രയാണോ? ക്യാമറയുടെ ക്വാളിറ്റിയോ മനസ്സിലായില്ല. വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഇറ്റ്സ് iPhone 14 Pro Max. ഓക്കെ. അടുത്ത സോളോ ട്രിപ്പ് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ട്രിപ്പുകളൊന്നും ഒരിക്കലും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യനല്ല. അത് പെട്ടെന്ന് ഹാപ്പൻ ആവുന്നു, ഞാൻ ട്രിപ്പ് പോകുന്നു, അതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കണ്ട് പോണ മനുഷ്യനൊന്നല്ല ട്രിപ്പിന്. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നല്ല സബ്സ്ക്രൈബേഴ്സ് വേണം, കുറേ ഫോളോവേഴ്സ് വേണം, ആഗ്രഹിക്കുന്ന വണ്ടികളൊക്കെ വാങ്ങാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാണ്. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനിൽ കാണുന്നത്. ഓക്കെ, അത് കുറേ ഉണ്ട്. നമ്മൾ ഫ്യൂച്ചർ അധികമൊന്നും അങ്ങനെ ആളുകളോട് പറയണ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു സങ്കടമല്ലേ, അതുകൊണ്ട്. ഓക്കെ അങ്ങനെ ഏകദേശം ഫുള്ള് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരൊറ്റ ചോദ്യത്തിലേക്ക് നമുക്ക് ഒഫീഷ്യലി കിടക്കാം. ഓക്കെ, ഒരൊറ്റ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് കുറേ വന്ന ചോദ്യങ്ങൾ. സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഇതാണ്. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒഫീഷ്യലി ഐ ആം കമ്മിറ്റഡ്. ഓക്കെ, ഇത് എൻ്റെ ഉമ്മയാണ് സത്യം, എൻ്റെ വാപ്പയാണ് സത്യം, എല്ലാം കൊണ്ടും സത്യം. ഞാൻ ഒഫീഷ്യലി കമ്മിറ്റഡ് ആണ്. ഓക്കെ. ഇനി ആ കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് കുറേ ചോദ്യം വന്നിക്കണം. അത് ഇനിയിപ്പോൾ തപ്പിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഇനിയിപ്പോൾ കുട്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷീസ് വെരി ഗുഡ് ആൻഡ് വെരി സ്മാർട്ട് ആൻഡ് വെരി ബ്രേവ്. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അതായത് എനിക്ക് വീഡിയോസ് ചെയ്യാൻ കുറേ ടിപ്സ് പറഞ്ഞു തരാറുണ്ട്. ലൈക്ക് ഭയങ്കരമായിട്ട് എന്നെ മോട്ടീവ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തോ ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ ലാഗ് ആയാൽ പോലും അങ്ങനെ എന്താ വീഡിയോ ഇടാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഐ എം ഹാപ്പി. ലൈക്ക് ഞാൻ എല്ലാം കൊണ്ടും 100% ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പിയാണ്. എന്താ പറയുക, അത് പേരോ ആളോ എവിടെയാണ് നാട് എന്താ ചെയ്യണോ ഒന്നും ഞാനിപ്പോൾ നിലവിൽ ഈ സുദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ ഞാൻ പ്ലാൻ ചെയ്ത പോലെ, ഞാനും അദ്ദേഹവും പ്ലാൻ ചെയ്ത പോലെ നടക്കട്ടെ. നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഒഫീഷ്യലാകുമ്പോൾ നിങ്ങളെല്ലാവരും അറിയിക്കും. കാരണം എന്താ പറയുക, ഇതൊക്കെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ അറിയിക്കാൻ ഒരു സുഖം, അല്ലാതെ അറിയിച്ചിട്ട് കാര്യമില്ല. ഇനി അതിൽ വന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സിംഗിൾ ആണോ എന്ന് വന്നു. സിംഗിൾ അല്ല, കമ്മിറ്റഡ് ആണ്. ശരിക്കും എൻ്റെ കല്യാണം ഉണ്ടോ? അതിലൊരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. കല്യാണം ഇപ്പം ഉണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, കല്യാണം ഉണ്ടാവും, എന്തായാലും കല്യാണം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷെ അത് ടൈം ആയിട്ടില്ല. ടൈം ആവുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കും. ഓക്കെ, കമ്മിറ്റഡ് ആണോ? അടുത്ത ചോദ്യം. യെസ്. ശരിക്കും പെണ്ണ് സെറ്റായെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഐ ആം കമ്മിറ്റഡ്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റൊക്കെ മാറ്റി വെച്ചതിന്. ഓക്കെ, എപ്പോഴാണ് നിങ്ങളെ കുട്ടീനെ കൂട്ടിയുള്ള വ്ളോഗിൽ വരിക? വെയിറ്റിംഗ്. നല്ലൊരു ചോദ്യം. കുട്ടീനെ കൂട്ടി വ്ളോഗ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, വെയിലടിക്കണ്ടോ? കുട്ടീനെ കൂട്ടി വ്ളോഗ് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ കുറേ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം എൻ്റെ ഒരു പാർട്ട്ണർ ആൾക്ക് ഈ പറഞ്ഞ മാതിരി വ്ളോഗിങ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പ് അല്ല. കുറച്ചൊരു ആംബിവേർട്ടാണ്. എക്സ്ട്രോവേർട്ട് ആവുന്ന സ്ഥലത്ത് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് ആവുന്ന സ്ഥലത്ത് ഇൻട്രോവേർട്ട്. അപ്പോൾ കുറേ വ്ളോഗൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട.
ഓക്കെ. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് കാണാം, എൻ്റെ കൂടെ ഉണ്ടാവും. കൂടുതലും എൻ്റെ ഫേസ് ആയിരിക്കും നിങ്ങൾ കാണാം. അയാളുടെ ഫേസ് അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ വന്നോട്ടോ, ഒരു വിഷയവും. അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് വരാം, ഞാൻ വിളിക്കും ചെയ്യും. ഈ പറഞ്ഞ മാതിരി താല്പര്യം ഉണ്ടെങ്കിൽ വന്നോട്ടെ, വരട്ടെ. വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അയാൾക്ക് ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് ലൈഫ് ഉള്ള ഒരാളാണ്, നോക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ, നിങ്ങൾ അഫെയറിൻ്റെ ഫേസ് റിവീൽ ആക്കാൻ പറ്റുമെന്നോ? നെവർ എവർ. ഇപ്പോഴൊന്നും അതിനുള്ള സമയമായിട്ടില്ല കുഞ്ഞെ, സമയമാവട്ടെ. ഇപ്പോൾ ഒറ്റ ടേക്കിലല്ല നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്, 40 മിനിറ്റ് ഒറ്റ ടേക്കിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കട്ട് ചെയ്യാത്തൊരു വീഡിയോ ആണിത്. കട്ട് ചെയ്തിട്ട് പോയില്ല, ഫുൾ ഒറ്റ സിംഗിൾ ടേക്കിലാണ്. അഫെയറിൻ്റെ ഫേസ് കുറച്ചായിട്ട് അല്ലാ അപ്പം ഒന്നും ഫേസ് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അടുത്ത ചോദ്യം കുറേ ഉണ്ട്. ഈ ഒരു ആളെക്കുറിച്ച് തന്നെ കുറേ ചോദിച്ചിരിക്കുന്നത്. ക്ലവർ ഉണ്ടോ, പിന്നെ എന്താണ്, ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു ബേസ് ചെയ്തിട്ട് കുറേ ചോദ്യം വന്നിരുന്നു. കുറേ അല്ല, ഇപ്പോൾ കുറേ നമ്മൾ പറഞ്ഞ്. സിംഗിൾ ഓർ കമ്മിറ്റഡ്, ജെനുവിൻലി റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ജെനുവിൻലി ഞാൻ റിപ്ലൈ പറയുന്നു, ഐ എം കമ്മിറ്റഡ്. നിങ്ങളെ കല്യാണം ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കല്യാണം കഴിക്കാൻ ആരെക്കൊണ്ടും പറ്റും. മറ്റേ ഉസ്താദ് ഹോട്ടലിൽ തിലകം പറഞ്ഞാൽ, മോനെ ഫൈസി വയറ് നിറയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റും, പക്ഷെ കഴിക്കുന്നവരുടെ മനസ്സ് നിറയണം. അതേമാതിരി കല്യാണം കഴിക്കാൻ ആരെക്കൊണ്ടും പറ്റും. കല്യാണം കഴിഞ്ഞിട്ട് നല്ല പോലെ ആ കുട്ടീനെ അതിൻ്റെ വാപ്പ നോക്കിയ പോലെ പോറ്റാനും പറ്റണം. ഓക്കെ, ആ വാപ്പ നോക്കിയതിനെക്കാട്ടിലും പോറ്റാൻ പറ്റണം. അവിടെയാണ് യഥാർത്ഥ ഒരു ഹസ്ബൻഡ് എന്നുള്ള റോൾ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതിനുള്ള വർക്കിങ്ങിലാണ് ഞാനിപ്പോൾ, മനസ്സിലാക്കൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ. കഴിഞ്ഞോ. ടെൽ അസ് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ്. അൽഹംദുലില്ലാ. I'm happy and she is happy. We are happy and we are expecting our കല്യാണം അടിപൊളി നല്ല രീതിക്ക് നടക്കട്ടെ ഇൻഷാല്ലാ. ഓക്കെ. നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടീനെയാണ് ഇഷ്ടം? എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട്. ഇനി എങ്ങനെയുള്ള കുട്ടീനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ, നിൻ്റെ കുട്ടീനെ ഞങ്ങൾക്ക് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇതൊക്കെ ഗേൾഫ്രണ്ടിനെ കുറിച്ച്. നിങ്ങളെ പെണ്ണിന് സുഖമല്ലേ? എന്നാ നിക്കാഹ് നെയിം പറയുമോ? പെണ്ണിന് സുഖമാണ്, അൽഹംദുലില്ലാ. നിക്കാഹ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ കൈമലല്ല. നമ്മളതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയും നമ്മൾ നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് നിൽക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ബാക്കിയൊക്കെ പഠിച്ചോ നമുക്ക് ചെയ്തു തരുന്നതാണ്. പിന്നെന്താ ചോദിച്ച്, നെയിം പറയുമോ? നെയിം ഒന്നും ചോദിക്കല്ലേ. പേരിൻ്റെ ലാസ്റ്റ് എ ഉണ്ട്. ഓക്കെ, ആളുടെ പേരിൻ്റെ ലാസ്റ്റ് എ ഉണ്ട്. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചു. മണ്ടന്മാരെ, ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളുടെ പേരിൻ്റെ ലാസ്റ്റ് എ ഉണ്ട്. കമ്മിറ്റഡ് ആണോ? യെസ്. അതൊക്കെ ചോദ്യം കഴിഞ്ഞു. പിന്നെന്താ മാരേജ് ഫിക്സ് ചെയ്തിക്കണോ? ഗേൾ ഉണ്ടോ? മാരേജ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല പൊന്നാരെ. എന്താണിത്? ഗേൾ ഉണ്ട്. 2026 ഒരു പെണ്ണൊക്കെ വേണ്ടേ എനിക്ക്? 2025 എനിക്ക് കിട്ടി. ഇനി എന്തിനാ 2026 മറ്റൊരു പെണ്ണ് എന്തിനാണ്? ഒരു തങ്കക്കുടം ഉണ്ടാകുമ്പോൾ എന്തിനാണ് മറ്റേ ദിയാകൃഷ്ണൻ പറഞ്ഞാൽ ബിരിയാണി കിട്ടുമ്പോൾ അതിൽ മണ്ണ് വാരി തിന്നാൻ വേണ്ടി പോവോ? ഇല്ലല്ലോ. ഓക്കെ. മാരേജ് നിക്കാഹ് എപ്പോഴാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അടുത്ത ചോദ്യം. എത്ര വയസ്സായി? അങ്ങനെ പൊട്ടെ. ഓക്കെ. കഴിഞ്ഞു. ഖലാസ്. അപ്പോൾ ഗേൾഫ്രണ്ട് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം തന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ ഉത്തരം തന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം തന്നിട്ടുള്ളത്. ഇനിയും നമ്മൾ Q&A വരും. നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കേണ്ട പ്ലാറ്റ്ഫോം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ യു എന്നുള്ള നമ്മളെ ഒഫീഷ്യലി നമ്മളെ ഈ ഫോളോവേഴ്സുള്ള ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. നമ്മൾ Q&A ഇടുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുക. ഇപ്പോൾ Q&A ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡെയിലി വ്ളോഗ്സ് നിങ്ങൾ കാണാം, നമ്മളെ സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞ ഉത്തരങ്ങളിൽ ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ടാണ് ഓരോ ഉത്തരങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഇതൊരു സിംഗിൾ ഷോട്ടാണ്. 43 മിനിറ്റ് കണ്ടിന്യൂസ്ലി വീഡിയോ കട്ട് ചെയ്യാൻ സംസാരിച്ചാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കും. കാരണം നിങ്ങൾ നമ്മളെ ഫോളോവേഴ്സ് അല്ലേ, നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നമ്മളറിയില്ലേ. ആൻഡ് ഇനിയും എന്താ പെട്ടെന്ന് ഒരാൾ ഇവിടെ നിൽക്കണമായിരുന്നു തോന്നി എനിക്ക്.
ആൻഡ് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. നമ്മളെ മൂവി റിവ്യൂ കാര്യങ്ങളും നമ്മളെ വ്ളോഗ്, നമ്മൾ കെൻമിയിലേക്ക് പോകുന്ന വ്ളോഗ്, നമ്മൾ വ്ളോഗൊന്നും കണ്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നമ്മൾ വ്ളോഗ് പോയി കാണാം. ഞാൻ ലിങ്ക് എല്ലാം കൊടുക്കാം. ആൻഡ് ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്, നമ്മൾ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മളെ Q&A. ഇവിടെ കഴിഞ്ഞു. 45 മിനിറ്റിൻ്റെ ഒരു Q&A ആണ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അത്രയും വ്യക്തവും ശക്തവുമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് കുറേ ആൾക്കാർ എല്ലാവരും ചോദിച്ച ഒട്ടുമിക്ക നല്ല നല്ല ചോദ്യങ്ങൾ നമ്മുടെ ഉത്തരം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെന്താ പറയുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ 45 മിനിറ്റ് ഞാൻ ആദ്യത്തെ കാര്യം 45 മിനിറ്റ് ഒറ്റ ടേക്ക് എടുത്ത് പോണത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ Q&A സെക്ഷൻ ആൻഡ് ഐ എം ഹാപ്പി. ഐ ബിലീവ് നിങ്ങൾ ഹാപ്പി ആയിരിക്കും, എല്ലാവരും ഹാപ്പി ആയിരിക്കും. അവിടെ നമ്മളൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. എത്ര ആൾക്കാർ ഡെയിലി മരിച്ചു, അതിലിപ്പോൾ ഞാനും പെട്ടിട്ടില്ലല്ലോ. അത്ര ആലോചിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലൊരു യൂട്യൂബ് ഫാമിലി നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.